അങ്ങനെ എനിക്ക് അർജുനൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് അർജുനൻ്റെ പേരിൽ ഒരു 10 പൈസ ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം കൊയ്യാനോ ഒന്നും ആഗ്രഹമില്ല. ലാഭം എൻ്റെ ഒരു വിഷയമല്ല. ഞാനിവിടെ ആര് വന്ന സാധനം ചോദിച്ചാലും ആര് ബുദ്ധിമുട്ട് പറഞ്ഞാലും എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചല്ല ഞാൻ സഹായിക്കുന്നത്, ഞാൻ കൊടുക്കും. എനിക്കതൊരു വിഷയമല്ല. ഈ അർജുനനെ മാർക്കറ്റിംഗ് ചെയ്തൊന്നും എനിക്ക് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ ഒരാഗ്രഹവും. കൊല്ലം പള്ളിമുക്കിൽ ഒരു കടയുണ്ട്. ആ കടയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കട എന്തുകൊണ്ട് ശ്രദ്ധേയമാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിരൂർ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അർജുനെ നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. ഈ കട ആരംഭിച്ചിരിക്കുന്നത് അർജുൻ്റെ പേരിലാണ്. അർജുനെ മാത്രമല്ല, അർജുൻ്റെ ചിത്രമുണ്ട് ആ കടയുടെ മുന്നിൽ. ഒപ്പം തന്നെ അർജുന് വേണ്ടി അവസാനം വരെയും ആ ശിരൂരിലുണ്ടായിരുന്ന അർജുൻ്റെ വാഹനത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മനാഫിൻ്റെ ചിത്രവും അവിടെയുണ്ട്. ഈ കട നടത്തുന്നത് പള്ളിമുക്ക് സ്വദേശിയായിട്ടുള്ള ബദറിനൊക്കെയാണ്. ഈ നാട്ടിലെ ചെറിയ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അപ്പോൾ ഒരു കട നടന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതിലിങ്ങനെ ഒരു അർജുൻ എന്നുള്ള ഒരു പേര് നൽകാനായിട്ടുണ്ടായ ഒരു കാരണം ഉണ്ടാകുമല്ലോ? മലയാളക്കരയെ മൊത്തത്തിൽ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് അർജുനൻ്റെ ആ കാണാമറയത്തുള്ള 72 ദിവസങ്ങൾ. ആ 72 ദിവസം കഴിഞ്ഞ് അർജുനനെ കിട്ടുമ്പോൾ മലയാളക്കര ദുഃഖത്തിലാണെങ്കിലും അതൊരു സമാധാനമായി. കാരണം ബോഡിയെങ്കിലും കിട്ടി, അവൻ്റെ അവസാന കർമ്മങ്ങൾ നടത്താൻ ആ കുടുംബത്തിന് ഒരവസരം ലഭിച്ചു. അപ്പോൾ അങ്ങനെ ആ അവസാന കർമ്മങ്ങൾ നടക്കുന്നതിനിടയിൽ ഞാനിരുന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് അർജുനന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല, വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല ചെയ്യാൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടഞ്ഞു കിടക്കുന്ന കട, ആ കടയിൽ കുറേ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ആ അർജുനൻ്റെ പേര് ആ കടയ്ക്ക് നൽകി തുറന്നിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മകൻ മൊബൈൽ കട നടത്തിയിട്ട് അടച്ചിട്ടിട്ട് വിദേശത്ത് പോയതാണ്. അപ്പോൾ 2 വർഷമായിട്ട് അടഞ്ഞു കിടക്കുന്ന കടയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് സാധനങ്ങളെ സജ്ജീകരിച്ച് ഒരു ഫ്ലെക്സൊക്കെ അടിച്ച് അർജുനൻ്റെ പടവും അതിൻ്റെ കൂടെ തന്നെ അർജുനന് ജീവന് തുല്യം സ്നേഹിക്കുന്ന, അതാണ് ഒരു പ്രധാന ചോദ്യം. ഇപ്പം അർജുൻ്റെ പേരിൽ ഒരു കട തുടങ്ങി നമുക്കത് മനസ്സിലാക്കാൻ സമ്മതിക്കാം. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോൾ ഇവിടുത്തെ ചിത്രങ്ങളിലെല്ലാം മനാഫിൻ്റെ ചിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അർജുനൻ നമ്മുടെ കാണാമറയത്തായപ്പോഴും 72 ദിവസവും ആ സ്ഥലത്ത് നിന്ന് മാറാതെ നിന്നൊരു വ്യക്തി എന്ന് പറയുന്നത് മനാഫാണ്. മനാഫല്ലാതെ വേറെ പലരും അവിടെ നിന്ന് പോയി. അവരുടെ ബന്ധുക്കൾ പോലും, അർജുനൻ്റെ ബന്ധുക്കൾ പോലും അവിടെ നിന്ന് ഈ നാട്ടിൽ വരുമായിരുന്നു, വന്നിട്ടാണ് പിന്നെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കർണാടകയിലെ MLA, മഞ്ചേശ്വരം MLA, അവർ ഒക്കെ കാര്യങ്ങൾ വന്ന് നോക്കും, അതൊക്കെ പഠിക്കും, അവർ പോകും. പക്ഷേ മനാഫ് മാത്രമാണ് ഞാൻ എൻ്റെ അർജുനനെയും കൊണ്ടേ പോകൂ, അവൻ്റെ ശരീരമാണെങ്കിൽ അങ്ങനെ, അവൻ്റെ ജീവനോടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയായാലും അവനെയും കൊണ്ട് ഞാൻ പോകൂ, അവൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ തന്നെ നിന്നത്. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിന് ദൈവം കൊടുത്തൊരു പ്രത്യുപകാരം പോലെയാണ് അർജുനൻ്റെ മൃതശരീരം കിട്ടിയത്. ജീവനറ്റ ശരീരമാണെങ്കിൽ പോലും ആ ശരീരം കൊണ്ടുവന്ന് അവൻ്റെ അമ്മയുടെ മുമ്പിൽ വയ്ക്കാൻ മനാഫിന് കഴിഞ്ഞു. മനാഫാണ് താരം. കാരണം 3 മക്കൾ എനിക്കുള്ളൂ, എനിക്കിപ്പോൾ 4മതൊരു കുട്ടി കൂടായി എന്ന് പറയുന്ന മനാഫിനെ നമുക്ക് ചേർത്ത് പിടിക്കാതെ കഴിയില്ല. ബദർ പള്ളിമുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ അറിയാം ആരാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വാർത്ത വന്നതിന് ശേഷം പലരും പലതരത്തിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അർജുനെ പോലും വിറ്റ് കാശാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അത് അങ്ങനെ എനിക്ക് അർജുനൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്ത് അർജുനൻ്റെ പേരിൽ ഒരു 10 പൈസ ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ലാഭം കൊയ്യാനോ ഒന്നും ആഗ്രഹമില്ല. ലാഭം എൻ്റെ ഒരു വിഷയമല്ല. ഞാനിവിടെ ആര് വന്ന സാധനം ചോദിച്ചാലും ആര് ബുദ്ധിമുട്ട് പറഞ്ഞാലും എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചല്ല ഞാൻ സഹായിക്കുന്നത്, ഞാൻ കൊടുക്കും. എനിക്കതൊരു വിഷയമല്ല. ഈ അർജുനനെ മാർക്കറ്റിംഗ് ചെയ്തൊന്നും എനിക്ക് അങ്ങനെ ലാഭം ഉണ്ടാക്കാൻ ഒരാഗ്രഹവും. അർജുനൻ എൻ്റെ തീരാ ദുഃഖമാണ്. അത് എൻ്റെ കൂടെ എൻ്റെ മരണം വരെ അർജുനൻ എൻ്റെ കൂടെ തന്നെ കാണും. ഈ കുടുംബത്തെ കാണണമെന്നെങ്ങാനും ആഗ്രഹമുണ്ടോ? അവിടെ ഉണ്ട്. കുടുംബത്തിനെ കാണാൻ ആഗ്രഹമുണ്ട്, മനാഫിനെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പം അവരൊക്കെ ഇങ്ങനെ വിവരങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ട് അവരെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായും കോഴിക്കോട്ട് പോയാൽ അർജുനൻ്റെ കുടുംബത്തെ കാണാൻ ശ്രമിക്കും. പിന്നെ അവരൊക്കെ ഇപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ കാണാൻ കുതിക്കുന്നത് അങ്ങനെ തിരക്കാണ്. ആ തിരക്കിനിടയിൽ നമ്മൾ കൂടി ചെന്ന് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മാറിയിരിക്കുന്നത്. തീർച്ചയായും ഞാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് മനാഫിനെ കാണണം, അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബത്തെ കാണണം. ഞാൻ കാണാൻ ശ്രമിക്കും. ഈ ബദർക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല. താൻ ചെയ്യുന്ന ആ സത്പ്രവൃത്തിയുടെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നു. കുടുംബത്തെ കാണാൻ കഴിയുമെങ്കിൽ കാണണം എന്നുള്ളൊരാഗ്രഹം കൂടെയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഇത്തരത്തിൽ ദുരന്തങ്ങൾ വന്ന് ബുദ്ധിമുട്ടിലാകുമ്പോൾ കഴിയുന്ന രീതിയിൽ അവരോടൊപ്പം ചേർത്ത് നിർത്തുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ്
എ ബദറുദ്ദീൻ പങ്കുവയ്ക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.